ഹായ് ഫ്രണ്ട്സ്, കുക്കിംഗ് പഠിക്കുന്നവർക്ക് തന്നെ ഏറ്റവും എളുപ്പത്തിൽ ചെയ്തെടുക്കാനും ഏറ്റവും വെറൈറ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ് പാൽക്കപ്പ. ഇന്നത്തെ നമ്മുടെ വീഡിയോ പാൽക്കപ്പ എങ്ങനെ തയ്യാറാക്കിയെടുക്കാം എന്നാണ്. ദിസ് ഇസ് ധന്യ സോണി ആൻഡ് വെൽക്കം ടു അവർ ധന്യാസ് വേൾഡ്. അപ്പോൾ ഞാൻ ചെറിയൊരു കപ്പ അഥവാ കൊള്ളി ഇവിടെ നുറുക്കി ക്ലീൻ ചെയ്ത് കുക്കറിലിട്ടിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വേവാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് കൊടുത്ത് കുക്കർ അടച്ച് വെച്ച് ഒരു 2 വിസിൽ അടുപ്പിച്ച് നല്ലപോലെ ഉടഞ്ഞു വരുന്ന രീതിയിൽ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് മറ്റൊരു പാത്രത്തിലോട്ട് അതിൻ്റെ വെള്ളമൊക്കെ മാറ്റി കപ്പ കഷ്ണങ്ങൾ മാത്രം ഇട്ട് കൊടുക്കാം. അതൊരു തവി ഉപയോഗിച്ച് ഇതുപോലെ നല്ലപോലെ ഉടച്ചു കൊടുക്കുന്നുണ്ട്. ചെറിയ ചെറിയ പീസായിട്ട് വേണമെങ്കിൽ ആ രീതിയിൽ ഉടയ്ക്കാൻ ഞാൻ നല്ല പേസ്റ്റ് രൂപത്തിൽ ഇതുപോലെ ഉടച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇനി നമുക്കൊരു ചട്ടി എടുത്ത് വെച്ച് കൊടുക്കാം. മൺചട്ടി വേണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ നോൺ സ്റ്റിക്കിൻ്റെ പാൻ ഏതെങ്കിലും ഒരു ഫ്രൈ പാൻ എടുത്ത് വയ്ക്കാം. അതിലോട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ ബട്ടറാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ബട്ടറിന് പകരം വേണമെങ്കിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇനി മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം നമ്മൾ ഉടച്ച് വേവിച്ച് വെച്ച കപ്പ അതിലോട്ട് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് കുറവുണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഈ ബട്ടറിലോട്ട് നല്ല പോലെ നമ്മുടെ കപ്പയൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. മീഡിയം ലോ ഫ്ലെയിമിലിടാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പോൾ കപ്പ നല്ല പോലെ യോജിച്ച് വന്നതിന് ശേഷം ഒരു 2-3 മിനിറ്റ് ഇതുപോലെ ഒന്ന് ആക്കിയെടുത്തതിന് ശേഷം നമുക്ക് നല്ല കട്ടിയുള്ള നാളികേരപ്പാൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ തലേദിവസം നാളികേരപ്പാൽ തയ്യാറാക്കി ഫ്രിഡ്ജിൻ്റെ ഫ്രീസറിൽ സൂക്ഷിച്ചിരുന്നു. അതാണ് ഇപ്പോൾ മെൽറ്റ് ആവാനുള്ള ടൈമൊന്നും കിട്ടിയില്ല. അപ്പോൾ ഞാൻ അതിലോട്ട് ഒഴിച്ച് കൊടുത്ത് ഇനിയിപ്പോൾ അത് ചൂടാകുമ്പോൾ മെൽറ്റ് ആയിക്കോളും. നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള നാളികേരപ്പാൽ തന്നെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഞാൻ തലേദിവസം എടുത്ത പാലിൽ ബാക്കിയുള്ളത് കൊണ്ട് ഫ്രിഡ്ജിൻ്റെ ഫ്രീസറിൽ സൂക്ഷിച്ചതേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ നല്ല പോലെ ഒന്ന് ചൂടായിട്ട് മെൽറ്റായിട്ട് വരട്ടെ. അപ്പോൾ ഇപ്പോഴും മീഡിയം ലോ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്, ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടില്ല. ഇനി ഈ നാളികേരപ്പാലിൽ കിടന്നിട്ട് വേണം നമ്മുടെ ഈ കപ്പ ഒക്കെ ഒന്ന് നല്ല പോലെ ഒന്ന് ആയി വരാനായിട്ട്. ഈ സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഇതിലോട്ട് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പം നല്ല പോലെ ഒന്ന് ആ നാളികേരപ്പാലൊക്കെ വറ്റി വന്നതിന് ശേഷമാണ് ഞാൻ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത്. വേറെ പൊടികളൊന്നും നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നില്ല. കുരുമുളകും ഉപ്പും മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇപ്പോൾ ഞാൻ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു 1.5 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കാം. അത്യാവശ്യം ഒരു എരിവൊക്കെ ഉള്ളത് നല്ലതല്ലേ. അപ്പോൾ നമ്മുടെ നാളികേരപ്പാലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ വറ്റി കപ്പയോട് യോജിച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പൊക്കെ പാകമാണ്. ഇനി നമുക്ക് തീ ഓഫാക്കി കൊടുക്കാം. ഇനി ഇതിലോട്ട് താളിച്ചൊഴിക്കാം. 1 സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് 1 സ്പൂണോളം കടുകിട്ട് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. കുറച്ച് ചുവന്നുള്ളിയും കുറച്ച് കറിവേപ്പിലും ഒരു വറ്റൽമുളകുണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് ഒരു ഗോൾഡൻ ബ്രൗൺ നിറം ആകുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കണം. കരിഞ്ഞു പോകരുത്. അത് ഓഫാക്കിയതിന് ശേഷം നമ്മുടെ കപ്പയിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇത്രയായും കഴിഞ്ഞാൽ തന്നെ വളരെ ടേസ്റ്റ് ആയിട്ടുള്ള പാൽക്കപ്പ റെഡി ആയിട്ടുണ്ട്. ഇനി പാൽക്കപ്പയുടെ കൂടെ നമുക്ക് ബീഫോ അല്ലെങ്കിൽ ചിക്കനോ അല്ലെങ്കിൽ മീനോ ഒക്കെ കൂട്ടിയിട്ടാണ് നമ്മൾ പാൽക്കപ്പ കഴിക്കുന്നത്. ഞാനിപ്പോൾ ബീഫാണ് റെഡിയാക്കിയിരിക്കുന്നത്. അപ്പോൾ പാൽക്കപ്പയും ബീഫാണ് എൻ്റെ ഇന്നത്തെ ഒരു റെസിപ്പി. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒരു തവണയെങ്കിലും തീർച്ചയായിട്ടും തയ്യാറാക്കി നോക്കുക. കപ്പ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അതുപോലെ വെറൈറ്റി ആയിട്ടുള്ള ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മുടെ പാൽക്കപ്പയും ബീഫും ഇന്നിവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. മറ്റു വീണ്ടും വരാം. ഓക്കെ, ബൈ, താങ്ക് യു.